ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വരുണിന്റെ പിണക്കം മാറ്റാൻ, വിഷമം മാറ്റാൻ ഒരു കടലപ്പായസം ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന് പത്മിനി പ്രിയങ്കയോട് പറയുന്നുണ്ട്. പത്മിനി അവിടുന്ന് പോയ ശേഷം പ്രിയങ്ക ആ പായസം ഉണ്ടാക്കാൻ രാധികയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് വാങ്ങാൻ അവിടെ വന്ന് നിൽക്കരുത് എന്ന് ഒരു തമാശ രൂപേണ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവർ സംസാരിച്ച് നിൽക്കുന്നു. ഇതുണ്ടാക്കാൻ എത്ര നേരം പിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു, ഒരു 1/2 മണിക്കൂറാകും. അയ്യോ, അത്രയും നേരം ഞാനിവിടെ കാവല് നിൽക്കണമല്ലോ എനിക്കിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കൽപ്പന മുറിയിൽ നിൽക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടെ അവിടേക്ക് ഓടി വന്നിരിക്കുകയാണ് ഉർവശി. ഇവിടെ ഒരു പൂരം നടക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ പായസം ഉണ്ടാക്കുന്ന ആ കാര്യവും പറയുന്നു. നമ്മൾ അവിടേക്ക് പോകണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവിടേക്ക് പോവുകയാണ് രണ്ടുപേരും. തുടർന്ന് കടൽ പായസവുമായി പ്രിയങ്ക വരുണിന്റെ മുന്നിലേക്ക് വന്നു. ഹാളിൽ ഇരിക്കുകയായിരുന്നു വരുൺ. എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഉർവശിയും കൽപ്പനയും അവിടേക്ക് വരുന്നുണ്ട്. വരുൺ ദേഷ്യത്തോടെ പ്രിയങ്കയോട് ഓരോന്ന് പറയുന്നു. ഞാനൊരു നല്ല മൂഡിലല്ല, ഒരു ബഹളം ഉണ്ടാക്കാതിരിക്കാൻ താൻ ഇവിടുന്ന് പോകുന്നതാ നല്ലത് എന്ന് വരുൺ പ്രിയങ്കയോട് പറയുന്നു. ഇത് കേട്ട് പത്മിനി അവിടേക്ക് വരുന്നുണ്ട്. രാധികയും വന്നു. അതെന്താ, നിനക്കിത് കുടിച്ചു നോക്കിയാല് മോള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ മിനി പറയുന്നു. ഒരു പായസം ഉണ്ടാക്കുന്നതിന്റെ കഷ്ടപ്പാട് അമ്മ വിശദീകരിക്കേണ്ട, എനിക്കിത് വേണ്ടാഞ്ഞിട്ടായെന്ന് വരുൺ. നീ ഇത് വാങ്ങിച്ചു കുടിക്കുന്നുണ്ടോ എന്ന് പത്മിനി വീണ്ടും ചോദിക്കുന്നു. ശരി, എന്നാ പിന്നെ ഞാനിത് കുടിക്കാത്തതിന്റെ പേരിൽ ഇവിടെ അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് പ്രിയങ്കയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു കുടിക്കുകയാണ് വരുൺ. താങ്ക്സ് വരുൺ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പ്രിയങ്ക നിൽക്കുന്നു. രാധികയും സന്തോഷത്തിൽ തന്നെയാണ്. മുത്തശ്ശിയും അവിടേക്ക് വന്നു. എന്നാൽ പായസം കുടിച്ച വരുൺ, ഒരു കാര്യം ചെയ്യുമ്പോൾ അല്പം വൃത്തിയും വെടുപ്പോടെ ചെയ്തുകൂടെ, ഇതിന് മധുരമില്ലെന്ന് വരുൺ പറയുന്നു. അത് കേട്ട് ഒന്ന് ടെൻഷൻ ആവുകയാണ് പ്രിയങ്കയും രാധികയും. ഞാൻ മധുരം നോക്കിയതാണല്ലോ, ഇതിന് മധുരം ഉണ്ടായിരുന്നോ എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തനിക്ക് അറിയില്ലല്ലോ, ഇതിന് മധുരമില്ല, എനിക്ക് വേണ്ടെന്ന് വരുൺ. മധുരം ഇല്ലാത്ത കുഴപ്പമല്ലേ ഉള്ളൂ, അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മാറുമല്ലോ എന്ന് ഉർവശി പറയുന്നുണ്ട്. അത് കേട്ട് ടെൻഷൻ ആവുകയാണ് രാധിക മടിച്ചു നിന്നപ്പോൾ കൽപ്പന പറയുന്നു, എന്താ നീ മടിച്ചു നിൽക്കുന്നത്, പറഞ്ഞത് കേട്ടില്ലേ. ഇത് കേട്ട് രാധിക പായസവുമായി കിച്ചണിലേക്ക് പോകുന്നു. പത്മിനി ഉർവശിയോട് പറയുന്നു, അതെന്തിനാ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, പ്രിയങ്കമോളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പതിയെ തന്നെ ഉർവശി പറയുന്നു, അത് അവളെ കൊണ്ട് ചെയ്യിച്ചതിൽ കാര്യമുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. കിച്ചണിലേക്ക് വന്ന ശേഷം രാധിക ആ പായസത്തിൽ മധുരമിടാൻ തുടങ്ങുകയാണ്. ഡിനി എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ച് കൽപ്പനയും ഉർവശിയും അവിടെ എത്തി. മധുരമിടാൻ എന്ന് രാധിക പറയുമ്പോൾ മധുരമിടണ്ടെന്ന് ഉർവശിയും പറയുന്നു. ഇതെല്ലാം ഇവരുടെ ഈ പ്രവൃത്തികളെല്ലാം തന്നെ മറിഞ്ഞു നിന്ന് കാണുകയായിരുന്നു മുത്തശ്ശി. ആ പഞ്ചസാര പാത്രം അവിടെ വെച്ചിട്ട് കുറച്ച് ഉപ്പിടാനായി പറയുകയാണ് ഉർവശി രാധികയോട്. ഉപ്പോ എന്ന് രാധിക ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു, നീ ഞങ്ങൾ പറയുന്നതങ്ങ് കേട്ടാ മതി, ആ ഉപ്പ് അങ്ങോട്ട് എടുത്തിടടി. അല്ല ഞാൻ എനിക്കിങ്ങനെ രാധിക പറയുമ്പോൾ ഉർവശി പറയുന്നു, പിന്നെ നീ എന്താ കരുതിയത്, ഈ കൈപുണ്യം വരുണിന് ബോധ്യപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഈ ജോലി നിന്നെ ഏൽപ്പിച്ചതാണെന്നോ. വരുൺ നിന്നെ വെറുക്കാനും പ്രിയങ്കയോട് അടുക്കാനും ഇത് നല്ലൊരു കാരണമാണ്. എന്നിട്ട് മടിച്ചു നിന്ന രാധികയെ നിർബന്ധിച്ച് ഉപ്പിന്റെ പാത്രം എടുപ്പിക്കുകയാണ് ഉർവശി. രാധിക ഉപ്പ് പാത്രം എടുത്ത് വിഷമത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയായിരുന്നു. എന്താണ് നീ ചെയ്യുന്നത്, അങ്ങോട്ട് ഉപ്പിട് എന്ന് കൽപ്പന പറയുന്നുണ്ട്. രാധിക ചെയ്യാത്തത് കൊണ്ട് തന്നെ ഉർവശി അതിൽ നിന്നും ഉപ്പ് വാങ്ങിച്ച് ആ ഗ്ലാസ്സിലേക്ക് ഇടുന്നു, പായസത്തിലേക്ക് ഇടുന്നു. ചെറിയമ്മേ, ഇങ്ങനെ കുടിച്ചാൽ ഛർദ്ദിക്കും എന്ന് രാധിക പറയുമ്പോൾ ഉർവശി പറയുന്നു, അയ്യോ ഛർദ്ദിക്കട്ടെ, അപ്പോ അവൻ കരുത് നീ ബോധപൂർവം ചെയ്തതാണെന്ന്. ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായാൽ ബോധപൂർവം തന്നെയാണെന്ന് നീ അങ്ങോട്ട് പറഞ്ഞേക്കണം. നീ ഇപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ, ഭാര്യ അടുത്തുണ്ടായിട്ടും പിന്നെ നിന്നെ കൊണ്ട് എന്തിനാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന്, അതിനെ പകരം വീട്ടിയതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട്. ഇത് എടുത്തോണ്ട് പോയി കൊടുക്കടി എന്ന് പറഞ്ഞു ഉർവശി രാധികയെ നിർബന്ധിക്കുന്നു. പിന്നെ ഇത് താഴെയിട്ട് പൊട്ടിക്കുകയോ ഇത് കഴിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കുകയോ ചെയ്താൽ പിന്നെ ഏട്ടത്തിയായിരിക്കും നിന്നെ കൈകാര്യം ചെയ്യുന്നത്, കൊണ്ടു കൊടുക്കടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഉർവശി രാധികയുടെ കയ്യിൽ പായസം കൊടുത്ത് പറഞ്ഞു വിടുന്നു. രാധിക പോയ സമയത്ത് ഉർവശി കൽപ്പനയോട് പറയുന്നു, വരുണിന്റെ രീതികൾ അറിയില്ലേ, പ്രതീക്ഷിച്ചിരിക്കുന്ന ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവന്റെ ദേഷ്യം പറയാനേ കഴിയില്ല, മിക്കവാറും അവൻ അതവളുടെ മുഖത്ത് തന്നെ എറിയുമെന്ന് പറയുന്നുണ്ട്. ഉർവശിയും കൽപ്പനയും കൂടി ഇപ്പോൾ പൂർണ്ണമായിട്ടും അവൾ നമ്മളെ അനുസരിച്ച് തുടങ്ങി. വരുണിനെയും അവളെയും തമ്മിൽ അകറ്റാനാകുമ്പോൾ അമ്മ നമ്മളെ ചോദ്യം ചെയ്യത്തുമില്ല എന്നൊക്കെ വലിയ സന്തോഷത്തിലാണ് രണ്ടുപേരും. എന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശി ഒറ്റയ്ക്ക് പറയുന്നുണ്ട്, അപ്പോൾ രാധിക ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ ഇവരുടെ നിർദ്ദേശങ്ങളാണ്. എല്ലാവരും ഹാളിൽ തന്നെയുണ്ട്. എന്താ നീ മടിച്ചു നിൽക്കുന്നത്, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന പത്മിനി രാധികയോട് പറയുന്നു. രാധിക മടിച്ചു നിൽക്കുമ്പോൾ രാധികയുടെ കയ്യിൽ നിന്ന് വരുൺ ആ പായസം വാങ്ങിച്ചിട്ട് പറയുന്നു, താൻ മധുരമിട്ട പായസമല്ലേ, ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. വരുൺ പായസം കുടിക്കാൻ പോകുമ്പോൾ സങ്കടത്തോടെ രാധിക നിൽക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം ആകാംക്ഷയോടെ ആ കാഴ്ച കാണാനായി നിൽക്കുന്നുണ്ട്. വരുൺ പറയുന്നു, എന്താ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ഞാനൊരു പായസം കുടിക്കുന്നത് ഇത്ര വലിയ കാഴ്ചയാണോ. വരുൺ അത് കുടിച്ചിട്ട് അഭിപ്രായം അറിയാനാ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത്, രാധികയ്ക്ക് വലിയ കൈപുണ്യമാണല്ലോ എന്നൊക്കെ ഉർവശിയും കൽപ്പനയും പറയുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും വരുൺ കഴിക്കാൻ എന്നൊക്കെ കൽപ്പനയും പറയുന്നുണ്ട്. സങ്കടത്തോടെ രാധിക മുത്തശ്ശിയെ നോക്കുന്നു. വരുൺ ആ പായസം കുടിക്കുമ്പോൾ തന്നെ ആ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്.
എന്നാൽ വലിയൊരു പൊട്ടിത്തെറി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. ടെൻഷനോടെയും വിഷമത്തോടെയും രാധിക. കൃഷ്ണ പൊറുക്കണേ എന്നൊക്കെ രാധിക മനസ്സിൽ പറയുന്നുണ്ട്. എന്നാൽ വരുൺ സന്തോഷം നടിച്ച് ആ പായസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുടിക്കുകയാണ്. പൊട്ടിത്തെറി പ്രതീക്ഷിച്ചവർ ആകെ ചമ്മിപ്പോയി. അത് മുഴുവനായും കുടിച്ചിട്ട് ആ ഗ്ലാസ് രാധികയുടെ കയ്യിൽ കൊടുത്ത് പതിയെ പറയുന്നു, രാധികയെ താനിതിൽ വിഷം കലർത്തിയാലും ഞാനത് ചിരിച്ചുകൊണ്ട് കുടിക്കും. എന്നിട്ട് വരുൺ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ഇരിക്കുകയായിരുന്നു പ്രിയങ്ക. മുത്തശ്ശി എല്ലാവരോടുമായി പറയുന്നു, ഇനിയിപ്പോൾ എല്ലാവരും കാണാനുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എല്ലാവർക്കും പിരിയാം. പത്മിനി ഇനി കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട്, ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുന്നു. അതെന്നാലും എങ്ങനെയാ കുടിച്ചത്? അതിൽ മുഴുവനും ഉപ്പായിരുന്നു. എന്തായാലും അമ്മേ, ഒരു കാര്യം ഇതിൽ നിന്ന് അമ്മ മനസ്സിലാക്കിക്കോ, വരുണിന് രാധികയോടുള്ള സ്നേഹം കല്ലിൽ കൊത്തിയതുപോലെയാണ്. അതിനെ കുറച്ചൊന്നും പണിയെടുത്താൽ പോരാ. തൽക്കാലം അവൾ രക്ഷപ്പെട്ടു, പക്ഷേ അവളെ വിടില്ല എന്നൊക്കെ ഉർവശി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഐശ്വര്യ. മാലിനി ഐശ്വര്യയോട് സംസാരിക്കുകയാണ്. നാളെ അവൾ ആ ക്ഷേത്രത്തിലേക്ക് വരുമോ എന്ന് മാലിനി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നു, വീട്ടിലേക്കായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൾ വരില്ലായിരുന്നു. പക്ഷേ കൃഷ്ണഭഗവാന്റെ മുന്നിലേക്ക് എന്തായാലും അവൾ വരും. അവിടെ വെച്ച് ആ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ അവളെ കൊണ്ട് ഒരു സത്യം വാങ്ങിപ്പിക്കും, ഞാൻ പറഞ്ഞതിൽ ഒപ്പിട്ട് തരാനായിട്ട്. എന്തായാലും അവളത് ചെയ്യുമെന്ന് പറയുമ്പോൾ മാലിനി പറയുന്നു, എന്തിനാണെന്ന് അവൾ ചോദിക്കില്ലേ, അപ്പോൾ ഡീറ്റെയിൽസ് പറയേണ്ടി വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഐശ്വര്യ പറയുന്നു, മാലിനി അമ്മയ്ക്ക് മക്കളോട് ഒരുപാട് ഡീറ്റെയിൽസ് പറയേണ്ടി വരില്ല, അല്ലെങ്കിൽ തന്നെ എന്തുമാത്രം കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അവളുടെ പേരിൽ ഞാൻ ഒരുപാട് സ്വത്ത് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെന്നും അതിൽ കുറച്ച് അവളുടെ പേരിലേക്ക് കൊടുക്കാനാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാനാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. സോണിയ പറയുന്നുണ്ട്, അതേതായാലും കൊള്ളാവുന്ന കാര്യമാണ്. അനാഥ കുട്ടിയായി വളർന്നത് കൊണ്ട് തന്നെ അനാഥാലയത്തിന് സംഭാവന കൊടുക്കാനൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. അത് ഫിക്സ് ചെയ്തോളൂ മാഡം. സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ നോക്കട്ടെ. അവളുടെ മാനസികാവസ്ഥ ശരിയാണെങ്കിൽ നടയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് രജിസ്റ്റർ ഓഫീസിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇത് കേട്ട് മാലിനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഐശ്വര്യ മേഡം ഒരു കോടീശ്വരിയാണല്ലോ അല്ലേ എന്ന്. ഇത് എഴുതി അവൾ എനിക്ക് തന്നാൽ ഞാൻ അവളോട് പറയും, പർദ്ദയിട്ട് നിന്റെ മുന്നിൽ നിൽക്കുന്നതാണ് നിന്റെ അമ്മ എന്ന്. ചെയ്ത ഉപകാരങ്ങൾക്ക് ശ്യാമ മേഡത്തിന് ഒരു നന്ദി അല്ലേ മേഡം എന്നെ സോണിയ പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു, യെസ്, അവൾ കുന്നുകൂട്ടിയ സമ്പത്തിന്റെ മേളിലാണ് ഞാൻ നിൽക്കുന്നത്. മോളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ശ്യാമ പറയുന്നു. ഞാനതങ്ങ് വിട്ടുകൊടുക്കുന്നു. പകരം യഥാർത്ഥ സമ്പത്ത് ഞാൻ ഇങ്ങ് എടുക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം. എത്രയും വേഗം നാളെ നേരം വിളിക്കട്ടെ, അവൾക്ക് കൊടുക്കാനുള്ള അവസരമാണ് നാളെ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാധിക മുറിയിലൂടെ പോകുമ്പോൾ പിന്നിൽ നിന്ന് ഒരു മൂടിയിട്ട ഒരാൾ വന്ന് രാധികയുടെ തലയിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇടുന്നുണ്ട്. രാധികയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതായിട്ട് ഒരു സ്വപ്നം കാണുകയാണ് ശ്യാമ. മോളെ എന്ന് പറഞ്ഞ് ശ്യാമ ഞെട്ടി ഉണർന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.